ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ, നമ്പറുകളെ മേരെ സാത്തിയോ. അപ്പോൾ ടുഡേ വി ആർ കണ്ടിന്യൂയിങ്. ഓക്കെ, വി വിൽ കണ്ടിന്യൂ പ്രിപ്പോസിഷൻസ്. അപ്പോൾ നമ്മൾ സിമ്പിൾ പ്രിപ്പോസിഷനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. ഇനി നമുക്കല്ലാത്തത് വരുന്നത് കുറേ ഉണ്ട് അല്ലേ. അതിൻ്റെ മീനിങ് ഇറ്റ് ഷുഡ് ഗെറ്റ് സം മീനിങ്, പർട്ടിക്കുലർ മീനിങ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് വിത്ത് അല്ലേ, കൂടെ, സാത്ത് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് അല്ലേ. ഹീ വെൻറ്റ് വിത്ത് ഈസ് ഫാമിലി അല്ലേ, അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയി അല്ലേ. ഓ ഉൻകെ പരിവാർ കെ സാത്ത് ജാതി ഹെ. അപ്പോൾ അവൻ്റെ കുടുംബത്തിൻ്റെ കൂടെ പോയി എന്നുള്ള അർത്ഥം കിട്ടുന്നു അല്ലേ. അതുപോലെ പിന്നെ നമ്മൾ ഇൻ പറഞ്ഞു, അതുപോലെ ഔട്ട് ഉണ്ട് അല്ലേ, പുറത്ത്, ബഹർ എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, ഔട്ട് അല്ലേ. പ്ലീസ് ഗോ, പ്ലീസ് ഗോ ഔട്ട്, ഗെറ്റ് ഔട്ട് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു, ഔട്ട് അല്ലേ. ഹീസ് ഔട്ട് ഓഫ് ദി ഗെയിം. ഇങ്ങനെ കുറേ ഉപയോഗങ്ങൾ ഔട്ടിനുണ്ട്. അതുപോലെ മറ്റൊന്ന് വരുന്നതാണ് അണ്ടർ അല്ലേ, താഴെ എന്നുള്ളത് അല്ലേ. പീച്ചേ എന്നുള്ള അർത്ഥത്തിലാണ് അണ്ടർ യൂസ് ചെയ്യുന്നത്. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് അണ്ടർ ദി ചെയർ. നമ്മൾ പറയും അല്ലേ, പൂച്ച ചെയറിൻ്റെ താഴെ ഉറങ്ങുന്നു അല്ലേ. ബില്ലി സോത്താ ഹേ കുർസി കെ പീച്ചെ. അപ്പോൾ അത് പൂച്ച ചെയറിൻ്റെ താഴെ ഉറങ്ങുന്നു എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. എന്നാൽ പൂച്ചയ്ക്ക് മേലെ ഓൺ ദി ചെയറും ആവാൻ പറ്റുമോ, ഇപ്പോൾ രണ്ടിനും ഉപയോഗിക്കാം. ദ ക്യാറ്റ് ഈസ് സ്ലീപ്പിംഗ് ഓൺ ദി ചെയർ. അപ്പോൾ പൂച്ച മേലെ ഉറങ്ങുന്നു ചെയറിന്, ആ അർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ പ്രൊപ്പോസിഷൻ നോ വൺ ഈസ് പെർഫെക്റ്റ് ഇൻ ദി പ്രൊപ്പോസിഷൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ പലതും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞ് വരാം. അപ്പോൾ നമ്മൾ നോക്കിയത് ഇപ്പോൾ ഇന്ന് വിത്ത് നോക്കി അല്ലേ, ഔട്ട് നോക്കി, ദെൻ അണ്ടർ, അല്ലെങ്കിൽ നമുക്ക് കുറച്ചായിട്ട് മുന്നോട്ട് പോവാം. ഓക്കെ, എന്നാലേ പെട്ടെന്ന് നമുക്കത് ഗ്രാസ്പ് ചെയ്യാൻ കഴിയും. ഓക്കെ, ദെൻ സീ ആൻഡ് മൈ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ, ദെൻ ഗുഡ് നൈറ്റ്, ശുഭരാത്രി.